ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രാവലോകന എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തിയും ബഹുഭൂരിപക്ഷം പിന്നോക്കക്കാരെ കബളിപ്പിച്ചും ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കാൻ അഹമഹ്യ പരിശ്രമിച്ചുകൊണ്ടിരുന്ന സംഘപരിവാർ ശക്തികളുടെ എല്ലാ കുൽസിത ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് വോട്ട് ചോരി യാത്ര രാഹുൽ ഗാന്ധി ബീഹാറിൽ തുടങ്ങിയിരിക്കുകയാണല്ലോ. അതോടുകൂടെ ഇവരുടെ സ്വപ്നങ്ങളെല്ലാം അസ്ഥാനത്തായി. വളരെ കാലം ഇങ്ങനെ അവർക്ക് ഈ ജനതയെ ഭരിക്കാമെന്നാണ് കരുതിയത്. കേരളത്തിലാകട്ടെ ടി ജി മോഹൻദാസ്, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ABC ടോക്സിലൂടെ ഒരു കൂട്ടം ചരിത്രം പോലും പഠിക്കാത്ത മണ്ടൂസുകളിരുന്ന് വീം പിളക്കുകയാണ്. നാളെ തന്നെ ഇത് സഫലമായി തീരുമെന്ന് 28 സംസ്ഥാനങ്ങളെയും 8 യൂണിയൻ ടെറിട്ടറികളെയും അടക്കി ഭരിച്ചുകൊണ്ട് ഭരണഘടനയെ മാറ്റിയെഴുതി ഇവിടെ മനുസ്മൃതി നടപ്പിലാക്കുമെന്നാണ് അവർ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിലെ 140 കോടിയിലധികം വരെ ജനങ്ങൾക്ക് മനസ്സിലായി, വോട്ട് ചോരിയിലൂടെ കള്ളമാർഗത്തിലൂടെ ജനങ്ങളെ കളപ്പളിപ്പിക്കുകയായിരുന്നു ഇലക്ഷൻ കമ്മീഷണറും ഇവിടുത്തെ BJPയും ചേർന്ന് ചെയ്തുകൊണ്ടിരുന്ന എല്ലാത്തരം സംരംഭങ്ങളും. ഇന്നിപ്പോൾ പണ്ടത്തെ പോലെ തീവ്രത അവരുടെ പ്രഭാഷണങ്ങൾക്കില്ല. മോഡിയുടെയും അമിത്ഷായുടെയും അലർച്ച കേട്ട് കഴിഞ്ഞാൽ എല്ലാം അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയെന്നാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അമിത്ഷാ തിരുവനന്തപുരം സന്ദർശിച്ചത്. അവിടെ വെച്ച് BJP നേതാക്കന്മാർ ഭാരത മാതാക്ക് ജയ് എന്ന് വിളിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തിട്ടും അവിടെ ഇവിടങ്ങളായിട്ട് കുറെ സ്ത്രീ ശബ്ദമല്ലാതെ മറ്റൊന്നും കേട്ടില്ല. അമിത്ഷായും വന്ന് ഭാരത മാതാക്ക് ജയ് എന്ന് വിളിപ്പിക്കുകയാണ്. പക്ഷെ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. ഹിന്ദു രാഷ്ട്രം ഇവിടെ അസാധ്യമാണ്. ഇവിടത്തെ മഹാഭൂരിപക്ഷം ജനതകളും അത് സമ്മതിക്കുകയില്ല. നിങ്ങളോർക്ക് ഇവിടുത്തെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണെന്ന്. ഹിന്ദുക്കൾ അഭിനവ മതമാണ്. ബ്രാഹ്മണിസം ഇവിടെ ഉണ്ടായിരുന്നു. 18ാം നൂറ്റാണ്ടിലാണ് ഹിന്ദു മതം തന്നെ ഇവിടെ ആവിർഭവിച്ചത്. ഇന്നിപ്പോൾ അവര് ന്യൂനപക്ഷ മതമായി തീർന്നിരിക്കുകയാണ്. അതായത് സവർണരുടെ 15% വരുന്ന ഇന്ത്യൻ ജനതയുടെ മതമാണിത്. 85% ഹൈന്ദവരും അല്ലെങ്കിൽ ഇവിടെ പിന്നോക്ക അധസ്ഥിതരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും ഒക്കെ ഇവരെ അങ്ങ് പഞ്ചപുച്ഛമടക്കി അവരുടെ എല്ലാ ചെയ്തികൾക്കും റാമൂളുമെന്ന് അവർ കരുതി. അത് നടക്കാൻ പോകുന്നില്ല. ഇവിടെ കുറെ നായപ്രമാണിമാരുന്നുകൊണ്ട് ചാനൽ വഴിയൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നാളെ ഇവിടെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാകുമെന്നാണ്. ടി ജി മോഹൻദാസിനെ പോലൊരു മണ്ടൂസ് ഇതിനോട് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ മറ്റൊരു ജാതിക്കാർക്ക് ഇവിടെ ഒരു തരത്തിലും നിലവാരമില്ലെന്നാണ്. നിങ്ങൾ നായന്മാർ ഒരു കാലത്ത് ഇവിടെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നതാണ് സാധാരണക്കാരെ, അധസ്ഥിതരെ. ഇപ്പോഴും നിങ്ങൾക്ക് അതിനോട് ആഗ്രഹമുണ്ടെങ്കിൽ അത് വെച്ചാൽ മതി, കുട്ടിക്കെട്ടി പെട്ടി ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഇവിടെ വോയിസ് ബുക്ക് ചെയ്യാൻ സാധ്യമല്ല. ആരാ ഈ നായന്മാര്? 8% വരുന്ന കേരള ജനത. നായന്മാർ ഭരിച്ചാൽ ഇവിടുത്തെ ഈഴവർ സമ്മതിക്കുവോ? നായന്മാർ ഈഴവർ ഭരിച്ചാൽ ഇവിടുത്തെ അധസ്ഥർ സമ്മതിക്കുവോ?
അവരൊക്കെ സമ്മതിച്ചാൽ ന്യൂനപക്ഷം സമ്മതിക്കുമോ? നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ തലപ്പത്തിരിക്കണമെന്നാണ്. അത് മറ്റുള്ളവർ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഇനി ഇതിന് സമൂലമായ പരിവർത്തനം ഉണ്ടാകാൻ പോവുകയാണ്. ഒരു മതേതര രാഷ്ട്രം, എല്ലാ മതവിശ്വാസികൾക്കും തുല്യമായ അവകാശത്തോടുകൂടെ അധിവസിക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ടാകും. അതാണ് കരണീയം. അതാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതല്ലാതെ ഒരു മതത്തിന് ഇവിടെ എല്ലാവരെയും ഭരിക്കാമെന്ന ചിന്ത ആസ്ഥാനത്താണ്. ഒരു മതമാണേ കുഴപ്പമില്ല. കുറെ ജാതീയ കൂട്ടങ്ങളല്ലേ ഹിന്ദുയിസം എന്ന് പറയുന്നത്. ഒരു മതമാണോ? ബ്രാഹ്മണരുടെ അധീശത്വം അംഗീകരിച്ചുകൊണ്ട് അവർക്ക് പാദസേവ ചെയ്യുന്ന ഏതാനും പ്രമാണിമാരും അവരെ ചുറ്റിപ്പറ്റി കുറെ ആളുകളും ചേർന്ന് നടത്തുന്ന സംവിധാനത്തിന് ആയുസ് കുറവാണ്. അതിവിടെ നടക്കാൻ പോകുന്നില്ല. ഞങ്ങളെല്ലാം എക്കാലത്തും പീഡിപ്പിച്ച് ഉപദ്രവിച്ച് ഇങ്ങനെ സോപാനത്തിൽ വിലസാമെന്നായിരിക്കാം നിങ്ങളുടെ സങ്കല്പം. അത് ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനം സമ്മതിക്കുകയില്ല. ഒരുപക്ഷെ നിങ്ങൾ അങ്ങ് ധരിക്കുന്നുണ്ടാവാം. കാഞ്ചിറാം പറഞ്ഞു, ഇറ്റ് ഈസ് വി ഹു ക്യാരിഡ് ദി ബ്രാഹ്മിൻസ് ഓൺ അവർ ഷോൾഡേഴ്സ് and it is high time we threw them down. ഞങ്ങളാണ് ബ്രാഹ്മണന്മാരെ തോളിലേറ്റിക്കൊണ്ട് നടന്നത്. എന്നാൽ അവരെ കുടഞ്ഞ് മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഹിന്ദു വർഗീയത ഇനി ഇവിടെ വിലപ്പോകാൻ പോകുന്നില്ല. ഹിന്ദു രാഷ്ട്രം അസാധ്യമാണ്. ജനാധിപത്യം തന്നെ ഇവിടെ ഉണ്ടാകും. മതേതരത്വയുടെ പൂത്തുലയും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വിടുവായത്തരവും വാവിഷ്ടാണവും ഒന്നും ഇനി ഞങ്ങളെടുത്ത് വേണ്ട എന്ന് പറയുവാൻ ഞങ്ങൾ മടിക്കുന്നില്ല. ആഗമം മീഡിയയിലൂടെ ഞങ്ങൾ ഇതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ഞങ്ങളെപ്പോലെയുള്ള ചാനലുകൾ ഇതിന് വേണ്ട സഹായ സഹകരണം ചെയ്തും മാന്യ ശ്രോതാക്കൾ ആഗമം മീഡിയയെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.